ഈ സംരംഭങ്ങൾ നിന്നുപോകാൻ അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നമ്മളെ കൂടെ കൂട്ടിയ ആളുകൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഞാനൊരു IT കമ്പനി തുടങ്ങുകയാണ്, നീ HR മാനേജർ ആയിക്കോ, നീ CTO ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ എത്തില്ല. കാരണം എനിക്കത് HR മാനേജർ ആക്കണം, ഞാൻ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ HR മാനേജറായിട്ട് ഇരിക്കാൻ കപ്പാസിറ്റി ഉള്ള, ഇപ്പോൾ ഞാനതല്ല ചെയ്യുന്നത്. എനിക്ക് HR മാനേജറായിട്ട് ഇരിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ വേറെ ആളെ വെക്കുന്നത്. സ്വാഭാവികമായിട്ട് കേപ്പബിലിറ്റി ഉള്ള ആളെ മാത്രമേ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓരോ പൊസിഷനിലും അതെ ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കണം. മറ്റ് വെല്ലുവിളികൾ, ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള മറ്റ് ചാലഞ്ച്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസോഴ്സുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അത് റിസോഴ്സുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും സ്റ്റാർട്ടപ്പുകൾക്ക് പ്രൊമോഷനും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ യുവജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതായി മാറി. അതെന്തായാലും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കുറേ വിവാദങ്ങൾ എന്നൊക്കെ ഉണ്ടാക്കിയാലും ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ പേരൊക്കെ